BJP ആദ്യമായിട്ടാകും കേരളത്തിൽ ഇങ്ങനെയൊരു വിഷയം നേരിടുന്നത്, ഇത്രയും പ്രതിരോധത്തിലാവുന്ന ഒരു ആരോപണം വരുന്നത്. അവർക്കിടയിലുള്ള ചർച്ച എങ്ങനെയാണ്? ഇത് പരമ്പരാഗതമായ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സി കൃഷ്ണകുമാറിനെ സംരക്ഷിക്കുകയോ പുറത്താക്കുകയോ വേണമെന്ന് ആവശ്യപ്പെടുകയാണോ? പാർട്ടിക്കുള്ളിലെ വിഭാഗീയത അത് BJP-യിൽ എല്ലാ കാലത്തും ഉള്ളതാണ്. ഇപ്പോൾ കുറച്ചുകൂടി രൂക്ഷമായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ 11 മണിക്ക് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു പത്രസമ്മേളനം തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ വിവാദങ്ങൾ, ഇന്നലെ രാവിലെ ഉണ്ടായ ഈ വിവാദം, ഇപ്പോൾ മീഡിയ വൺ അത് വാർത്ത പുറത്തുവിട്ടു. അതിനുശേഷം വിവിധ തരത്തിൽ അത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. അതിന് പിന്നാലെ ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്, അയ്യങ്കാളി ദിനവുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയുണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ പരിപാടിയിൽ പ്രതികരിക്കാം. പക്ഷേ അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ നടപടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെയും വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അതിനകത്ത് വ്യക്തത വരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സന്ദീപ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പരാതി ഇപ്പോഴല്ല ഉണ്ടാകുന്നത്. നേരത്തെ ഈ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആൾക്കാർക്ക്, ഗോപാലൻകുട്ടി മാസ്റ്റർ അടക്കമുള്ള ആൾക്കാർക്ക് മുന്നിലേക്ക് ഈ പരാതി എത്തിച്ചേർന്നിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അന്ന് നടപടിയെടുത്തില്ല എന്നുള്ള ചോദ്യം പ്രസക്തമായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ കൃഷ്ണകുമാർ ആ സമരത്തിൻ്റെ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ട് പാലക്കാട് നടത്തിയ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ പരാതി വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് BJP-യിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഇത് വഴിവെക്കുന്നുണ്ട്. ഇന്നലെ V. മുരളീധരൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് ഇത് ബോംബല്ല, പൊട്ടാസാണ് എന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. BJP-ക്കുള്ളിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇന്നലെ മുരളീധര പക്ഷത്തിലെ ചില നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരും സൂചിപ്പിക്കുന്ന കാര്യം ഇത് നേരത്തെ കോടതി തള്ളിക്കളഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി അടക്കം നമ്മോട് തരുന്നുണ്ട്. ഇത് നേരത്തെ തള്ളിക്കളഞ്ഞതാണ്, ഇപ്പോൾ കൊണ്ടുവരുന്നതിന് പിന്നിൽ മറ്റ് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന തരത്തിൽ ചില വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്നുണ്ട്. അങ്ങനെ BJP-ക്കുള്ളിൽ വലിയ തർക്കങ്ങൾക്ക് അത് വഴിവെച്ചിട്ടുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ഈ വിഷയത്തിൽ ഒരു നടപടിയെടുക്കണമെന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് വാർത്താ സമ്മേളനം എന്നാണ് BJP-യുടെ ചില കേന്ദ്രങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അജിൻ.